കൂടി ഇരിക്കുന്ന ഈ രണ്ടുപേരെ ശരിക്കും പറഞ്ഞാൽ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ചെറിയ 2 കടുകുകളാണ്. മറ്റേ എണ്ണയിലിട്ട ടപ് 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 എന്ന് പറഞ്ഞ് പൊട്ടും. ഞാൻ ഇവരെ കാണുമ്പോൾ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇവർ പോക്കറ്റ് സൈസ് ഡൈനമൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് ചെറിയ പൊട്ടാസുകൾ. പക്ഷെ ഭയങ്കര സൗണ്ടാണ് രണ്ടുപേരും അല്ലേ? വാചകോടി എന്ന് വെച്ചാൽ ഹൈറ്റൊക്കെ ഇച്ചിരി ഉള്ളൂ. പക്ഷെ വാചകം എന്ന് പറഞ്ഞാൽ നാക്കിനാണ് നീളം കൂടുതൽ. പണ്ട് ഞാൻ കേട്ടോണ്ടിരുന്ന ഡയലോഗൊക്കെ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയുമ്പോ എന്താ ഒരു സമാധാനം എന്നറിയോ? എന്താ പരിപാടി? എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഇതാണ് ഒരു ടോപ്പിക് ഇട്ട് കൊടുത്താൽ മതി, അതുമേ പിടിച്ച് കയറും. ഞാൻ നിങ്ങളുടെ അടുത്ത് 2 പേരുടെ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടി? എന്താവാനാ ഇഷ്ടം വലുതാകുമ്പോ? എനിക്ക് അഡ്വക്കേറ്റ്, പിന്നെ സെലിബ്രിറ്റി. എനിക്ക് സെലിബ്രിറ്റി ആവാനാണ് ഇഷ്ടം. ആ, വേറെ സെലിബ്രിറ്റി ആവാനാണ് ഇഷ്ടം. ഈ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ പല കാറ്റഗറി വരുമല്ലോ. ആങ്കറിംഗ് ഉണ്ട്, സിനിമയിലുണ്ട്, സിനിമ നടിയാവാൻ. ഇവിടെ എനിക്ക് ലാലേട്ടന്റെ സിനിമ നടിയാവാനാണ്. ഒരാൾക്ക് ഫഹദ് ഫാസിലിന്റെ സിനിമ നടിയാവണം, മറ്റൊരാൾക്ക് ലാലേട്ടന്റെ സിനിമ നടിയാവാനാണ്. മമ്മൂക്കന്റെ. അതാണ് സേഫ്. എല്ലാവരുടെയും സിനിമയിൽ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം. എല്ലാവരും രണ്ടുപേരും എല്ലാവരുടെ സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കട്ടെ. ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ നമുക്ക് അഭിനയം കുറെ ഉണ്ടല്ലോ. കരയണം, ചിരിക്കണം, അങ്ങനെ ഓരോരോ രസങ്ങളുണ്ട്. അറിയോ അതൊക്കെ? അറിയോ? എന്നൊന്ന് നോക്കട്ടെ. ആദ്യത്തെ ഒരു സന്തോഷം. സന്തോഷം നോക്കട്ടെ. ഇതാണോ സന്തോഷം? അല്ല, ഞാൻ ചോദിച്ചതാ ഇതാണോ സന്തോഷം? ഇങ്ങനെയാണോ? ആ ശരി. കരച്ചിൽ. ഓ എന്റെ അമ്മ ഇവക്ക് മനസ്സിലായി. ദേഷ്യം. ശൃംഗാരം. ഇനി നീ ഇവക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? എങ്ങനെ അറിയാം? യൂട്യൂബ് ആണോ നിങ്ങളുടെ ക്ലാസ്? യൂട്യൂബ് ആണോ ക്ലാസ്? അല്ല, ഞാൻ പറയട്ടെ, പ്രേക്ഷകർക്ക് അറിയാവുന്ന ചിന്നു മിന്നു എന്നുള്ള പേരിലാണല്ലോ. പക്ഷെ ശരിക്കുള്ള പേര് ഫാൻസിന് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ കാണുന്നവർക്ക് ചിലപ്പോ അറിയില്ലായിരിക്കും. നിക്ക് തൊട്ടെ. ഇവിടെ തുടങ്ങിക്കോ. എന്റെ പേര് ശരിക്കും വേദിക ശ്രീകുമാർ എന്നാണ്. എന്റെ വീട്ടിൽ വിളിക്കുന്നത് വേദു എന്നാണ്. എവിടെയാ സ്ഥലം? എവിടെയാ? സ്ഥലം പാലക്കാടാണ്. പാലക്കാട്. ഓക്കെ. എന്റെ പേര് ശരിക്കും പേര് മാളൂട്ടി. പിന്നെ വീട്ടില് 2 പേര് വിളിക്കും. 2 പേര് വിളിക്കും? വീട്ടിൽ തന്നെ മാളൂട്ടിന്നും വിളിക്കും, മാളൂന്നും വിളിക്കും. അതാരെ 2 ആയിട്ട് വിളിക്കുന്നേ? അതെല്ലാരും വിളിക്കും. എല്ലാരും വിളിക്കും. മാളൂന്നും വിളിക്കും, മാളൂട്ടിന്നും വിളിക്കും. പിന്നെ ശരിക്കുംത്തെ പേര് അസാ മെഹക്. ഓ, അത് വേണ്ട. അതില് നല്ലത് മാളു തന്നെ വിളിക്കുന്ന അല്ലേ? മാളൂന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? ഇഷ്ടമാണോ? നമ്മുടെ അമ്മയുടെ പേര് അമൃത, അച്ഛന്റെ പേര് ശ്രീകുമാർ. എന്റെ അമ്മേന്റെ പേര് ഷഹാനാണ്. ഷഹാന മുബഷർ. എന്റെ അമ്മേന്റെ പേര് മുബഷർ. അതങ്ങനെ ഷഹാന മുബഷർ. ശരി. അപ്പൊ ഇതിപ്പോ നമ്മൾ പുതിയൊരു വീട്ടിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് എല്ലാരുമായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കല്ലേ? കോമഡി മാസ്റ്റേഴ്സിന്റെ ഇവിടെ വേദി ഇവിടെ എല്ലാരും ഭയങ്കര ഇഷ്ടമാണോ? പിന്നെ എന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വാ, നമുക്കിനി ഇവിടെ സെറ്റിൽ അടിച്ചു പൊളിക്കാം. കാരണം ഇവിടെ സെറ്റിലൊക്കെ വരുമ്പോ കൊച്ചു ഭയങ്കര അടിപൊളിയായിട്ടൊക്കെയാണോ? ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ആരെങ്കിലും പേടിയുണ്ടോ? ഇവിടെയുള്ള ആരെങ്കിലും? ആരും പേടിയില്ല? അതിവിടെ ഇല്ലല്ലോ. ഇവിടെ മനുഷ്യന്മാര് മാത്രമല്ലേ ഉള്ളൂ. ആണ്. അപ്പൊ ഇവിടെ ഇഷ്ടമുള്ള ആരെയാണ് ഏറ്റവും? അത് എനിക്ക് എല്ലാവരും ഇഷ്ടം. ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ ഒരാൾക്ക് സങ്കടാവൂലേ? ഡിപ്ലോമാറ്റിക് ആണ്. എനിക്ക് എല്ലാവരും ഇഷ്ടം. എന്നാലും ഒരു ഇച്ചിരി സ്നേഹം ആരോടാ? അത് കേൾക്കാനാ ഞാൻ ഈ പറഞ്ഞോണ്ടിരുന്നത് കേട്ടോ. എന്നാലും എനിക്ക് എല്ലാരെയും എന്നാ ഇവിടെ എല്ലാരും ഇഷ്ടപ്പെട്ടു. എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ മലയാള സിനിമയിൽ എല്ലാരും ഇഷ്ടമാണെന്ന് അറിയാം. എന്നാലും ഒരാളോട് ഒരു ഇഞ്ച്, ഒരു പിഞ്ച്, ഒരു കുഞ്ഞോണി ഇഷ്ടം ആരോടാ? മമ്മൂക്ക, ലാലേട്ടൻ അല്ലാണ്ട് ഒരാളെ പറ. മമ്മൂക്കയാണോ ലാലേട്ടനാണോ? അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെ വേണം. അല്ല, അങ്ങനെയൊന്നുമില്ല. മമ്മൂക്കനെയും ലാലേട്ടനെയും ഒരേപോലെ അങ്ങനെ ഹൈറ്റ്. പക്ഷെ എന്റെ കൊച്ചിന് ഒരാളോട് മാത്രമാണ് ഇഷ്ടം കേട്ടോ. പാരാന്ന് പറ മോളെ. ഞാൻ നായികയാവുകയാണെങ്കിലും സിനിമയിൽ അഭിനയിക്കുവാണെങ്കിലും എല്ലാം ഫഹദ് ഫാസിലിന്റെ കൂടെ തന്നെയുള്ളൂ. ഫഫ അല്ലേ? അതിനപ്പുറം വേറെ ഒരു ലോകം ഇല്ല. ലോകമില്ല, വേണ്ട എനിക്ക്. ഓ പിന്നെ അല്ല, അത് പിന്നെ വേറെ രീതി വിളിച്ചതല്ലോ അല്ലേ? വേറെ രീതി വിളിച്ചതല്ലോ അല്ലേ എന്നെ? എന്നാ വേറെ അറിഞ്ഞിട്ടെ. വീട്ടിലെങ്ങനെ അപ്പയാണോ അമ്മയാണോ ഏറ്റവും പാവം?
രണ്ടുപേരും. പക്ഷെ ഒരാള് അതിൽ കുറച്ച് വഴക്കൊക്കെ പറയില്ലേ, മോളെ ഇങ്ങനെ ചെയ്യുന്ന നല്ലത്, അങ്ങനെ ചെയ്യുന്ന നല്ലതൊക്കെ, അങ്ങനൊന്നും പറയില്ലേ? രണ്ടുപേരും. പിന്നെ എന്നോട് ചോദിക്കും. ഇപ്പൊ കേട്ടോണ കഥകൾ വരുന്ന മോള് പറ, ആരാ? എനിക്ക് രണ്ടുപേരും ഇഷ്ടം. അതെ, പക്ഷെ ആരാണ് കൂടുതലും പറഞ്ഞു തരുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്, അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്നൊക്കെ സപ്പോർട്ട് ചെയ്ത്? പക്ഷെ ഞാനിവിടെ ഒരാളെ ആണല്ലോ കാണാറുള്ളത്. അമ്മയല്ലേ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്ത് നിക്കുന്നേ. അമ്മ സപ്പോർട്ട് ചെയ്തു. തെറ്റ് ചെയ്താലും വഴക്ക് പറയുന്ന അമ്മ തന്നെയല്ലേ? വഴക്കൊന്നും പറയത്തില്ല. എങ്ങനെയാ പറഞ്ഞു മതി എടി? പിന്നെ അതെങ്ങനെയാ അഭിനയിച്ച് കാണിച്ചാ ഞാൻ നോക്കട്ടെ എങ്ങനെയാ പറയുന്നതെന്ന്. ചിരി വരാറുണ്ടോ? ചിരി ഒരു ശകലം കുറയാറുണ്ട്. പിള്ളേരൊന്നും നമ്മൾ വിചാരിച്ച പോലെ അല്ല, കാലഘട്ടം മാറിയിരിക്കുകയാണ്. എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടം. അവർ എന്നെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യും. എന്നാ ഒരു കാര്യം, എനിക്ക് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ നിങ്ങളെ രണ്ടുപേരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എലീന ചേച്ചിക്ക് അമ്മ ഞാൻ ഇഷ്ടം, അച്ഛനെ ഇഷ്ടം. നമുക്ക് ഈ പരിപാടി തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തിട്ട് അങ്ങനെ പറയും. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് വേറെ പരിപാടി ഉണ്ടെന്ന് മാറിക്ക്, ഞാൻ പോട്ടെ. അപ്പൊ ഗൈസ്, ഇതോടെ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, അറിയാമല്ലോ. സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ നമുക്ക് അഭിനയം കുറെ ഉണ്ടല്ലോ. കരയണം, ചിരിക്കണം, അങ്ങനെ ഓരോരോ രസങ്ങളുണ്ട്, അറിയോ അതൊക്കെ?